ബാറിൽ നിന്നിറങ്ങിയപ്പോൾ ലേറ്റായിരുന്നു. പാർക്കിങ്ങിലെ സെക്യൂരിറ്റി രാജേട്ടൻ പതിവ് ചിരിയുമായി വണ്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോളുടെ കല്യാണമൊക്കെ ഉഷാറായില്ലേ രാജേട്ടാ? എല്ലാം ഭംഗിയായി മോനെ. മോന് തന്ന പൈസ എന്ന് തന്നു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. തീർത്താ തീരാത്ത കടപ്പാടുണ്ട് മോനോട്. എന്തിന് രാജേട്ടാ? കൂട്ടിവെച്ച് എനിക്കിനി ഒന്നും കെട്ടിപ്പിടിക്കാനൊന്നുമില്ല മോനെ. എന്നാലും രാജേട്ടനൊന്നും പറയണ്ട. അപ്പോൾ നാളെ കാണാം. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടിയെടുത്തു. സിറ്റിയിൽ നിന്നും കുറേ ദൂരെയാണ് വീട്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് അതെന്നും ഒരു ലഹരിയാണ്. കൂടെ 80കളിലെ പാട്ടുകളും. ഒറ്റപ്പെട്ട വഴിയായതുകൊണ്ട് റോഡ് വിജനമായിരുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടി വണ്ടിക്ക് കൈ കാണിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കൈ കാണിക്കലായതുകൊണ്ട് ബ്രേക്കിൽ കാലമ്പരാൻ കുറച്ച് വൈകിപ്പോയി. ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. നാശം, പണിയായി എന്ന് തന്നെയാണ് മനസ്സിൽ തോന്നിയത്. വണ്ടി റിവേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അവൾ പുല്ലിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വേഗം വണ്ടിയിൽ നിന്നിറങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബോധമൊന്നും പോയിട്ടില്ല. വീഴ്ചയിൽ മരക്കുറ്റിൽ ചെന്നിടിച്ച് നെറ്റി പൊട്ടിയിട്ടുണ്ട് അല്പം. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ തനിക്കെന്താ മുഖത്ത് കണ്ണില്ലേ എന്നായിരുന്നു അവൾ തിരിച്ചു ചോദിച്ചത്. ആഹാ, അങ്ങനെയാണോ? വണ്ടിക്ക് വട്ടം നിന്ന് കൈ കാണിച്ചിട്ട് ഇപ്പൊ തർക്കുത്തരവും. ഏത് സമയത്താണാവോ? ബാക്കിയുള്ളത് ഞാൻ മനസ്സിലേ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് എയ്ഡ് വല്ലതും ഉണ്ടോ തൻ്റെ വണ്ടിയിൽ? അറിയില്ല. ആ, എന്നാ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള കലങ്കിൽ പിടിച്ചിരുത്തി. അവളുടെ കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്നപ്പോൾ ചാർജറും പവർ ബാങ്കും കുറേ മേക്കപ്പ് ഐറ്റംസും മാത്രമേ കണ്ടുള്ളൂ. ഹ, ബെസ്റ്റ് ടീമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് നോക്കി നല്ല വളിച്ച ചിരിച്ചിരിച്ചു. ഞാൻ പോയി എൻ്റെ വണ്ടിയുടെ ഡാഷ്ബോർഡ് തുറന്നപ്പോൾ അതിലുമില്ല ഫസ്റ്റ് എയ്ഡ്. തലേന്ന് അടിച്ച റമ്മിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതെടുത്ത് പിടിച്ച് അവളെ നോക്കിയപ്പോൾ അവളും പറഞ്ഞു, ആഹാ, മാഷ് നല്ല ബെസ്റ്റ് ടീമാണല്ലോ. കൂടെ ചുണ്ട് സൈഡിലേക്കാക്കി ഒരു ഓഞ്ഞ ചിരിയും. ഉടുത്ത മുണ്ടിൻ്റെ ഒരു കഷ്ണം കീറി റമ്മിൽ മുക്കി അവളുടെ നെറ്റിയിലെ ചോര ഞാൻ തുടച്ചെടുത്തു. ആ നീറ്റിലാവും അവളുടെ നഖങ്ങൾ എൻ്റെ കൈത്തണ്ടയിൽ അമർന്നു. കിടന്ന് അലറാതെ കൊച്ചേ, കഴിഞ്ഞു. 2 വിരൽ വീതിയിൽ ഒരു കഷ്ണം കൂടി മുണ്ട് കീറി ചുറ്റി കെട്ടിക്കൊടുത്തു. താനെന്തിനാടോ എൻ്റെ വണ്ടി കൈ കാണിച്ച്? എൻ്റെ വണ്ടി ഓഫായി പോയി, സ്റ്റാർട്ടാവണില്ല. ഇവിടെ പാലക്കാടിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എനിക്കൊരു റിസർച്ച് ഉണ്ട് കാവുകളെ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വണ്ടിയും പണിമുടക്കി ഫോണും ഓഫായി. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കാനൊരു പേടി. ആരുടെങ്കിലും ഒരു ഹെൽപ്പ്. അതിനു വേണ്ടിയാ കൈ കാണിച്ച്. പക്ഷേ ഒരു കള്ളുടിയൻ്റെ വണ്ടിയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഓ, നമ്മൾ കള്ളുടിയനൊക്കെ തന്നെ. കള്ളുടിയന്മാരല്ലാത്ത ആരെങ്കിലും വരുമെന്ന് പൊന്നുമോൾ ഇവിടെ നിന്ന് നോക്ക്. ചേട്ടൻ പോട്ടെ. എന്തായാലും തന്നെ വണ്ടി ഇടിച്ച് നന്നായി. അതുകൊണ്ടാ ഈ റമ്മിൻ്റെ കാര്യം ഓർമ്മ വന്ന്. കലുങ്കിലിരുന്ന് കുപ്പിയെടുത്തൊരു കവിൾ കൂടി അതിൽ നിന്ന് കുടിച്ചു. അപ്പോൾ പോട്ടെ പെങ്ങളെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവൾ പറഞ്ഞത്, ഹോ, എന്തൊരു മനുഷ്യനാണോ താൻ. അപ്പം പേടിയുണ്ട്. എന്നാലും ഡയലോഗിനൊരു കുറവില്ല. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്ത് ആ കാറിലേക്ക് വെച്ചോ. താനും കയറിക്കോ. പിന്നെ ആ കാർ ലോക്ക് ചെയ്ത് ചാവി എടുത്തോ. വേറെ നിവൃത്തിയില്ലാത്തതിനാലാവും അവൾ പറഞ്ഞ പോലെ ചെയ്തു. എന്നാ പോവല്ലേ? എന്താ ഒരു എവിടെയാ തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്? അവിടെ ആക്കാം. അത് പിന്നെ അഡ്രസ്സ് ഫോണിലായിപ്പോയി. ഇന്ന് എനിക്ക് ശിവരാത്രി ആയല്ലോ എന്നും പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തു. വണ്ടി ശിവദം എന്നെഴുതിയ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. ഇതാണ് എൻ്റെ വീട്, ഇറങ്ങിക്കോ. പേടിക്കണ്ടോ, ഇവിടെ സേഫാണ്. അച്ഛനും അമ്മയ്ക്ക് എനിക്കുള്ളതാ. കള്ളുകൂടിയനാണെങ്കിലും തറയല്ല. ആശങ്കയുള്ള ആ മുഖത്ത് ഒരു ചിരി വന്നു അത് കേട്ടപ്പോൾ. ഒച്ചയുണ്ടാക്കാൻ താൻ വായോ, അവരുറങ്ങിക്കോട്ടെ. ആ, ഈ റൂം എടുത്തോളൂ. കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വല്ല ബ്രെഡോ മുട്ടയോ ഉണ്ടാവും. ഒന്നും വേണ്ട മാഷേ, വിശപ്പില്ല. ആ, ചാർജർ ആ ടേബിൾ മേലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഉമ്മർത്തുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും എനിക്കൊന്ന് കിടക്കാലോ അല്ലേ? അത് കേട്ടിട്ടാവണം ഒന്നുകൂടെ അവൾ ചിരിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്. അവൾ റൂമിൽ കയറി കഥകടച്ചപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കാറിലുണ്ടായിരുന്ന കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്ന റമ്മെടുത്ത് 2 കവിളിറക്കി. ഉമ്മറത്തെ ചാരി കസയിൽ കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് അവൾ തട്ടി വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ആഹാ, ഇവിടെയാണോ കിടന്നുറങ്ങിയത്? എവിടെയായാലും ഉറങ്ങിയാ പോരെ. അത് പറഞ്ഞപ്പോഴാണ് അവളെ ശരിക്കും കാണുന്നത്. ഇന്നലെ ജീൻസും ടീഷർട്ടും ഇട്ട പെണ്ണയല്ല, സാരിയൊക്കെ ചുറ്റി ഒരു ട്രഡീഷണൽ ലുക്ക്. തനിക്ക് എപ്പോഴാ പോവേണ്ടത്? ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് 10-20 കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക്. മാഷിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കി തരുമോ? ഓക്കെ, ഞാൻ കുളിക്കുമ്പോഴേക്കും റെഡി ആയിക്കോളൂ. ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും അവൾ ബാഗും എടുത്ത് റെഡിയായിരുന്നു. പോവാം. അല്ല മാഷേ, അച്ഛനെയും അമ്മയും കണ്ടില്ലല്ലോ. ഓ, അവർ നേരത്തെ എണീറ്റ് അമ്പലങ്ങളിലെങ്ങാനും പോയി കാണും. വലിയ വിശ്വാസികളാണ്.
അതിനു മറുപടിയായി ഒരു മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വീടാണ് കേട്ടോ. മുറ്റത്ത് ചെത്തിയും മന്ദാരവും തുളസിത്തറയും തൊലികൈപ്പൻ മാവും പടിപ്പുരയും ചാരുപടിയുള്ള കോലായിയും നടുമുറ്റവും. എന്ത് ഐശ്വര്യമാണ്! ഇവിടേക്ക് എങ്ങനെയാ മാഷേ കള്ളുടിച്ച് കയറി വരാൻ തോന്നണേ? ഓ, ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. അല്ലെങ്കിൽ ആരെ കാണിക്കാനാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ്? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇനിയും ഇതുപോലെ തന്നെ ആയിരിക്കും. ഓ ആയിക്കോട്ടെ, താൻ കയറ്. പോണ വഴിയിൽ ദിനേശിൻ്റെ വീട്ടിൽ കയറാം. തൻ്റെ വണ്ടിയുടെ കീ കൊടുത്താൽ മതി, അവർ റിക്കവർ ചെയ്തോളും. എത്രയാ ചാർജ് എന്ന് വെച്ചാൽ പേ ചെയ്താൽ മതി. ഓക്കെ. അവൾ ഫോണിൽ മാപ്പ് ഓൺ ചെയ്തിട്ടു. വണ്ടി മെയിൻ റോഡിൽ നിന്ന് മണ്ണിട്ട റോഡിലേക്ക് തിരിഞ്ഞു. രണ്ടു വശങ്ങളും പാടം പച്ചവിരിച്ച് കിടക്കുന്നു. സൂര്യപ്രകാശത്തിൽ കതിരിലെ മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നു. ഞാൻ സൈഡ് ഗ്ലാസ് താഴ്ത്തി മുറ്റത്ത് നിന്നു. നല്ല തണുത്ത കാറ്റ്. ആ കാറ്റിൽ അവളുടെ കെട്ടിവെക്കാത്ത മുടിയഴകൾ ആ കാറ്റിനൊപ്പം പാറിപ്പറന്നു. ഞാൻ നോട്ടം മാറ്റി ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. അപ്പോഴാണ് വീണ്ടും അവളുടെ ഒരു മാഷെ വിളി. അല്ല മാഷേ, എന്തിനെങ്ങനെ കുടിക്കണേ? കുടിച്ചാൽ മരിച്ചവർ തിരിച്ചു വരുമോ? ആ ചോദ്യം അവളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അറിയാതെ ബ്രേക്കിൽ കാലമർന്നു. ആ ചെമ്മൺ പാതയിൽ കാർ ശബ്ദത്തോടെ പൊടി വാർത്തി നിന്നു. എൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു. പറയാൻ പറ്റാതെ എന്തോ തൊണ്ടിൽ കുടുങ്ങിയ പോലെ. ഞാൻ ഡോർ തുറന്നിറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. എൻ്റെ ഭാവമാറ്റം അവളിൽ ഭീതി ഉണർത്തിയിരുന്നു. അതവളുടെ മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു. സോറി മാഷേ, ഇന്നലെ കിടന്നിട്ട് ഉറക്കം വരാതായപ്പോൾ മേശപ്പുറത്ത് കിടന്ന ഡയറി മറിച്ചു നോക്കിയതാണ്. കഥകളും കവിതകളൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ മറിച്ചപ്പോഴാണ് പലതും അറിഞ്ഞത്. അച്ഛനും അമ്മയും പോയതും. എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരാൾ മാഷിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അമ്മയെക്കുറിച്ച് എഴുതിയ വരികൾക്കൊക്കെ എന്തൊരു നോവാണിടോ. ആ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എൻ്റെ കണ്ണു നിറണമെങ്കിൽ അവിടെ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ആരോടൊന്നും പറയാതെ എന്തിനാ മാഷേ ഇങ്ങനെ നേറി ജീവിക്കുന്നേ? അവളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ലായിരുന്നു. അമ്മയെന്ന് വിളിച്ച് കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മയില്ലാത്ത അവസ്ഥയെപ്പറ്റി ഞാൻ എങ്ങനെ പറയാനാണ്? നെഞ്ചോട് ചേർത്ത് പിടിച്ചവരില്ലാത്ത വീടിന് എന്തൊരു ശൂന്യതയാണ്. പറയാൻ വാക്കുകളില്ലായിരുന്നു. താൻ കയറ്. മാഷേ, സോറി കേട്ടോ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചപ്പോൾ അവളും കരഞ്ഞു തുടങ്ങിയിരുന്നു. അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി തിരിച്ചു പോരുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പോരാൻ നേരം നമ്പർ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ട് അവിടെ കോൾ വന്നു. അതെ, കാറ് കിട്ടിട്ടോ, താങ്ക്സ്. ബാറിലാവുമല്ലേ മാഷേ? അതെ. ഞാനൊരു ഹെൽപ്പ് കൂടി ചോദിച്ചോട്ടെ? വേണ്ടാന്ന് പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അതെ, അടുത്ത ആഴ്ച എൻ്റെ ഇവിടുത്തെ ജോലി തീരും. എൻ്റെ കൂടെ ഒരിടം വരെ വരുമോ? സ്ഥലം എവിടേക്കാണെന്ന് പറ. അതൊക്കെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. മാഷി വിളിച്ചപ്പോൾ പാതിരാക്കി എവിടേക്കാണെന്ന് പോലും ചോദിക്കാൻ ഞാൻ വന്നില്ലേ? എന്താ പേടിയുണ്ടോ? ഏയ്, ഞാൻ വരാം. രാവിലെ അവളുടെ കാർ മുറ്റത്ത് വന്നു നിന്നു. ഞാൻ അവളുടെ കാറിൽ കയറി. ആ കാർ ചെന്ന് നിന്നത് ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ മുറ്റത്തായിരുന്നു. എല്ലാം ഒരു നിയോഗമാണ് മാഷേ. കാറ് ബ്രേക്ക് ഡൗൺ ആയതും പരിചയപ്പെട്ടതും ഡയറി വായിച്ചതും എല്ലാം. ഒരു പാതിരാത്രിക്ക് ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പലരും. മദ്യത്തിൻ്റെ ലഹരിയിലായിട്ട് പോലും മാഷിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവമൊന്നും ഉണ്ടായില്ല. മൺമറഞ്ഞു പോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയെങ്കിലും മാഷ് കുടിയിരുത്തണം. റിസൈൻ ചെയ്ത കോളേജിൽ വീണ്ടും ജോയിൻ ചെയ്യണം. നന്മയുള്ള അധ്യാപകർ വേണ്ട മാഷേ ഇനിയുള്ള തലമുറക്ക്. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നില്ലേ ആകാശത്തിരുന്ന് അവരും കാണട്ടെ. ഇനി ഒറ്റക്കാണെന്നുള്ള തോന്നൽ വേണ്ട മാഷേ. തിരികെ വരുമ്പോൾ കാത്തിരിക്കാൻ ഒരാളുകൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് കയ്യിൽ അമർത്തി പിടിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നിലൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. അടക്കി പിടിച്ചതൊക്കെ കണ്ണിൽ നിന്ന് തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. സ്നേഹത്തിനോളം ലഹരി മറ്റൊന്നിനുമില്ല എന്നുള്ളതാണ് സത്യം.